ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ പരിപ്പ് കറി മുരിങ്ങയിലയും കൂടി ഇട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഒരു 3-4 വെളുത്തുള്ളി ഉണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഒരു 3 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമൂടി ചേർക്കാം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ഇപ്പം ഇടാറില്ല കേട്ടോ. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ കല്ലച്ച് പോവും ചിലപ്പോൾ പരിപ്പ്. ചില പരിപ്പുകൾ വേവും, ചില പരിപ്പ് വേവില്ല ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കണില്ല. അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കാം. നമുക്കിനി മുരിങ്ങയില ഊരിയെടുക്കാം. നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അരിപ്പിന് ആവശ്യമായി നമുക്ക് തേങ്ങയും ജീരകവും കൂടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. മിക്സിയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും മുരിങ്ങയിലേക്ക് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്, ശരിക്കും വെന്തു. ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ജീരകവും കൂടി അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളയ്ക്കണ്ട, അല്ലാതെ തിളയ്ക്കണേക്ക് മുന്നേ ഉള്ളൊരു പരുവത്തിൽ നമുക്കത് വാങ്ങി വയ്ക്കാം. നല്ല നാടൻ കറിയാണ്, നല്ല അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ്. മുരിങ്ങയിലയും പരിപ്പും കറിയും കൂട്ടിയേക്കണവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്നാന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ച് കൊടുക്കണം. അപ്പോൾ താളിക്കാനായിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ലേശം മുളക് പൊടി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പിലും മുരിങ്ങയിലിട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ കറി, നല്ല അടിപൊളി കറി. ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ വയ്ക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.